അപ്പോൾ ആള് എനിക്ക് വേണ്ടി പർപ്പ് വട മേടിക്കാമെന്നൊക്കെയാണ് ഗൈസ്. അവിടുത്തെ പഴുപ്പോടെ ഭയങ്കര ടേസ്റ്റാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കെട്ട് കഴിഞ്ഞിട്ട് ആദ്യത്തെ വീഡിയോ പരിപ്പ് വട മേടിച്ചിട്ട് വരുന്നു ഗൈസ്. മിസ്റ്റർ ആകാശ് വർണ്ണത്ത. പെണ്ണുങ്ങളെ മാത്രം പേര് മാറ്റണമെന്നില്ലല്ലോ. നല്ല മണം വരുന്നുണ്ട്. അത് വേറെ എവിടേക്കാ പോന്നേ? നമ്മളെവിടേക്കാ പോകുന്നേ? നമ്മളെങ്ങോട്ടാ പോന്നേ അറിയില്ല. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. എന്നെ എങ്ങോട്ട് കൊണ്ടുപോകും? നാളെ ടാറ്റ പോവാ. പോയെത്തിയിട്ട് പറയാം എവിടേക്കാന്ന്. എത്തിയിട്ടേ പറയുള്ളൂ. ചോദിച്ചപ്പോ പറഞ്ഞില്ലല്ലോ. എവിടേക്കാ വഴിയെ കാണാം. അതന്നെയല്ലേ ഞാനും പറഞ്ഞു എത്തിയിട്ട് പറയാന്ന്. അവിടെ എത്തിയിട്ടില്ലേ, ഞാൻ തിരിച്ചെത്തിയിട്ട് പറയാന്ന് വിചാരിച്ചു. ഞാൻ മടത്തരം പറയാന്ന് വിചാരിച്ചു. പറ്റിയ ആളെ. എത്തേണ്ട സ്ഥലത്ത് 4 മണിക്ക് 3:30. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് 3 മണി. 1 മണിക്ക് ചെക്കിന്. സമയം നീട്ടി കിട്ടുമോ? ഭയങ്കര പഞ്ച്വാലിറ്റി ആണ്. അതുകൊണ്ട് എന്തുകൊണ്ടാ നേരം വൈകി? ശരി, അമ്പലത്തിൽ പോയി അവിടെ പെട്ടു. ഭയങ്കര തിരക്കായിരുന്നു. പാസ് കിട്ടിയിട്ട് എന്തായാലും 1 മണിക്കുള്ള ചെക്കിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് 3 മണിക്ക് വിട്ടു. 2 hours ഓഫ് ഡിലേ. ഞാൻ അവിടെ എപ്പോൾ എത്തിയിട്ട് എന്ത് ചെയ്യാനാ അറിയില്ല. അതുകൊണ്ട് അവിടെ എത്തിയിട്ട് ഇനി ബാക്കിയുള്ളത് പറയാം. നീലൊക്കെ ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഡെസ്റ്റിനേഷൻ എത്തുകയും ചെയ്തു. പൊരിഞ്ഞ മരം. അപ്പോൾ ആകാശം കൊടുത്ത് കുട എടുത്തിട്ട് വരാൻ വേണ്ടി പോയത്. നമുക്ക് ലഗേജൊക്കെ എടുക്കാനുണ്ട്. എന്തും കുടയും കൊണ്ടാ വരുന്നത്. മഴ കഴിഞ്ഞ് കുട എടുക്കാം. Guys, cross. അപ്പൊ നമ്മള് റൂം എത്തി ഗൈസ്. നമുക്ക് റൂം ടൂറിലേക്ക് പോയി. റൂം ടൂർ. ഇവിടെ എന്താ ഇങ്ങനത്തെ കാണുന്നത്? വെള്ളമുണ്ട്, കോഫി പൗഡർ, ടീ. കുപ്പത്തൊട്ടി വന്നപ്പോ തന്നെ ഫില്ലാക്കി വണ്ടിയിലിരുന്ന് കഴിച്ച കുർക്കുറയും സാധനങ്ങളൊക്കെ. ഓക്കെ, എ സി ഉണ്ട്. അവിടുത്തെ വ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുട്ടാണ്, ഒന്നും കാണുന്നില്ല. അടിയിൽ എന്തോ ഒരു പാർട്ടി ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അവരുടെ. മഴ, നല്ല മഴയായിരുന്നു. മഴ മാറിപ്പോ. ഓക്കെ, ഇതാണ് റൂം ഗൈസ്.
നമുക്ക് ആദ്യം ബാത്റൂമിൽ ബാത്റൂമിലേക്കാണ് ആദ്യം തന്നെ കയറ്റുന്നത്. പ്ലീസ്. ഓക്കെ. അതൊരു ഭാഗത്തേക്ക്. പിന്നെ സംഭവം ഇവിടെയാണ്. ഇവിടെയാണ് സംഭവം. വലിയൊരു ബാത്റൂം. ഓക്കെ. പിന്നെ ഇത് മിറർ. യാ. കണ്ടില്ലേ അവിടെ പിള്ളേരെ ചിന്നക്കണ്ണൻസിന്റെ സ്പെഷ്യൽ മക കണ്ടോ? എന്ത് ഡീറ്റെയിലിംഗ് കണ്ടോ അവിടെ? അതെ കണ്ടോ, എന്ത് രസമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. എല്ലാവർക്കും താങ്ക്സ്. അതെ, യാത്ര ചെയ്ത് വന്ന ആളുടെ സ്ഥലമാണിത്. ആൾക്ക് വേണ്ടി എക്സ്ട്രാ ബെഡ് ഉണ്ട്. യെസ്, ബെഡ് വെച്ചിട്ടുണ്ട് ഗൈസ്. തുറക്കില്ല. ഇത് വിൻഡോ ആണ്. ഇവിടെ ടി വി ഉണ്ട്. ഇവിടെ ബെഡ് നിർത്താൻ പോകണോ? ഓക്കെ. ഇത് നോർമൽ വിൻഡോ. യാ, തുറക്കാൻ പറ്റുന്നതിൻ്റെ അയ്യോ ശബ്ദം. ഓ, അവിടെ പുഴയാണ് ഗൈസ്. ചാലക്കുടി പുഴയാണ്. എന്തായാലും പാർട്ടി ഏരിയ ആണ്. ഇത് പാർട്ടി ഏരിയ തന്നെയാണ്. ഇതേ വ്യൂ തന്നെയാണ് ഹാളിൽ നിന്ന് കാണുന്നത്. നടക്കാം. ആ വ്യൂ മോർണിംഗ് കാണിച്ചാൽ മതിയോ? ഇപ്പോൾ രാത്രി ഇരുട്ടൊന്നും കാണില്ല ഗൈസ്. ആ വ്യൂ ഞങ്ങൾ മോർണിംഗ് കാണിക്കാം. സംഭവം എന്താ? അവിടെ നിൽക്കാട്ടാ. സംഭവം ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ അവര് അയ്യോ തിരിച്ച് ഇതാണ് സംഭവം. ഇതാണ് സംഭവം. അടച്ചോളൂ ഗൈസ്. നമ്മൾ വന്നപ്പോൾ തന്നെ അവർ മെനു കാർഡ് കൊണ്ടുവന്ന് തന്നു. ഡിന്നറിൻ്റെ മെനു കാർഡ് കൊണ്ടു തന്നു. ഡിന്നർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നാളെ ബ്രേക്ക്ഫാസ്റ്റ് കരുതി കൂട്ടിയിട്ടാ പിള്ളേർ സെറ്റാക്കിയതാണ്. എന്തായാലും എല്ലാവർക്കും താങ്ക്സ്. ആദു, രഞ്ജിയും, വിധിച്ചേട്ടൻ, അപർണ, ഗായത്രി, വിഷ്ണു, എല്ലാവർക്കും കൂടിയിട്ട് കേട്ടോ. നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ എല്ലാവർക്കും കൂടിയിട്ട് വലിയ താങ്ക്സ്. ഇതൊന്നും എടുത്തിട്ട് 9 പ്രസ് ചെയ്തിട്ട് വിളിക്കുക, എന്നിട്ട് ഓർഡർ ചെയ്യുക. അപ്പോൾ അവർ ഫോൺ എടുത്തിട്ട് ഓർഡർ ആക്സെപ്റ്റ് ചെയ്യും. TV കേരള വിഷൻ്റെ സെറ്റ് ടോപ്പ് ബോക്സും ഉണ്ട്. പെട്ടിയൊക്കെ നനഞ്ഞു. നല്ല മഴയായിരുന്നു, ഗംഭീര മഴ. ഉച്ചയ്ക്ക് വരേണ്ട ആൾക്കാരാ രാത്രി 7 മണിക്ക് എത്തിയത്. നാളെ കാലത്ത് എനിച്ചിട്ട് എവിടെ പോവും? നാളെ കാലത്ത് എനിച്ചിട്ട് എവിടെ പോവും? ഫുഡ് അടിച്ചിട്ട് എങ്ങോട്ടാ പൊക്കി കൊണ്ടുപോകുന്നേ? അത്രയും താഴ്ത്തണ്ട, നോർമലായിട്ട് കുടിച്ചോ. ഫുഡ് അടിച്ചിട്ട് ഇന്ന് പോയില്ലേ ഒരു സ്ഥലത്ത്? എവിടെയായിരുന്നു? ഇവിടെ അടുത്തുള്ള സ്ഥലം എവിടെയായിരുന്നു സാധനം പറഞ്ഞ പോലെ? എവിടെയായിരുന്നു എനിക്കറിയില്ല. അറിയില്ല. തൊട്ടപ്പുറത്തൊരു സാധനം ഉണ്ട്, വാട്ടർഫോൾ. അതിരപ്പള്ളി. അറിയാണ്ടേ വന്നുള്ളൂ. സ്ഥലത്തിന്റെ പേര് വരെ പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ പിന്നെ പറയാം അല്ലേ? അവിടെ ചെന്നിട്ടറിയാം. അപ്പൊ ഗുഡ് നൈറ്റ്. ഫുഡ് നമുക്ക് ഞങ്ങളുടെ ഫുഡ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, രണ്ടാളും കണ്ടിട്ടില്ല. നാളെ രാവിലെ എണീറ്റിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നീ ഇതൊക്കെ നാശാക്കി കളയണം. എങ്ങോട്ടൊക്കെയാ പിടിക്കുന്നേ? അതൊക്കെ നാശാക്കി കളയണം എന്ന് പറഞ്ഞത്.
എന്ത് നാശാക്കി കളയണമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം വന്നിട്ട് ടർക്കി വേണം. തല നനഞ്ഞിട്ട് ഫ്രഷ് ആണ്. ഇപ്പൊ തന്നെ നാശാക്കിയാലോ. അപ്പൊ ഫുഡ് അടിക്കുമ്പോ കാണാം അല്ലേ? ഇനി ഫുഡ് വന്നിട്ട് കാണാം. അപ്പൊ നമ്മൾ കുളിച്ച് ഫ്രഷായി കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരാൾ ഷൂ ഇട്ടുകൊണ്ട് വന്നിട്ട് മഴയിൽ ഷൂ ഒക്കെ നനഞ്ഞ് പാളിച്ചായി കിടക്കുക. വണ്ടിയിൽ പോയി ചെറുപ്പത്ത് വരാൻ പോകുന്നു ഗൈസ്. നമ്മൾ കഴിക്കാൻ പോകും. നമ്മൾ വിചാരിച്ച് റൂമിലേക്ക് ഫുഡ് വരുമെന്ന്. പക്ഷെ അവിടെ ആരിങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. കഴിക്കുമ്പോൾ കാണിക്കാം. ഇതൊക്കെ ഒപ്പിച്ച ആൾക്കാരാണ്. ദീപാവലി എന്നാ ചോദിക്കാനുള്ള ദീപാവലിയാ. ഇതിൽ രഞ്ജിൻ വിധിച്ചേട്ടൻ അപർണ ഗായത്രി കൂടി ഉണ്ട് കേട്ടാ. ബീഫിന്റെ കറിയിൽ വരെ ഡിസൈൻ ഇടാ. എന്താ അവള് കിടന്ന് ഉറങ്ങിയിരുന്ന നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ മാത്രം കണ്ടാൽ ശരിയല്ലല്ലോ. അപ്പൊ എന്തായാലും അവരെയും വിളിച്ചിട്ട് ഞങ്ങൾ എന്തൊക്കെയാ അവിടെ നടക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പാവം ആദ്യസർക്കൻ ഇന്നലെ തന്നെ പറഞ്ഞു ആകേഷേട്ടാ എത്തിക്കഴിഞ്ഞ ഉടനെ വിളിച്ചിട്ട് എല്ലാം പറഞ്ഞു കാണിക്കണേ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ച് കാണിച്ചു കൊടുക്കും. കൊള്ളാം ഗൈസ്. പറഞ്ഞാട്ടോ ബീഫിന്റെ ഡെക്കറേഷൻ കണ്ടോ? പൂവൊക്കെ തുടങ്ങല്ലേ? ആ ഓക്കെ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഈ ഗുഡ് മോർണിംഗ് പറയുന്നത് കണ്ടിട്ട് നമ്മൾ രാവിലെ 6 മണിക്ക് എണീറ്റുണ്ടെന്ന് വിചാരിക്കരുത്. 6 മണിക്ക് എണീറ്റു. പക്ഷെ പിന്നെ നല്ല തണുപ്പായിരുന്നതുകൊണ്ട് എണീക്കാൻ തോന്നിയില്ല. പിന്നെ കിടന്നു. അപ്പം എന്തായാലും 10 മണി ചെക്കൗട്ട് ചെയ്യണം. ഫുഡ് കഴിക്കണം. പെട്ടിയും കിടക്കയൊക്കെ എടുത്തുകൊണ്ട് പോകണം. കിടക്ക ഇവിടെ വെച്ചിട്ട് പോകാം. പെട്ടി മാത്രം നമ്മൾ എടുത്തിട്ട് പോവാം. പെട്ടി എന്നിട്ട് ഫുഡ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്ത് പോയി എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ആ ഒരു വ്യൂ മാത്രമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇന്നലെ കാണാൻ പോകും. കാണാം. ഇതാണ് ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ, ബാൽക്കണി വ്യൂ. അതിരപ്പള്ളി എന്ന് പറഞ്ഞ വെള്ളം. ആര് പറഞ്ഞു വരണ്ട? പാർട്ടി സ്പേസ് ആവുന്നത് എന്തല്ലേ? അതൊരു കോട്ടേജ് പോലെയൊക്കെ ഉണ്ട്. കഴിച്ചോറ് കാണല്ലേ? ഇവിടുന്ന് പോയി പൊരി മസാലയാണോ ഫുഡ്? ഹലോ ഹലോ കലിപ്പിലാണ് ഇപ്പം ഉണ്ടല്ലേ? ശരി എൻ്റെ കലിപ്പിൻ്റെ ഇടയിൽ
കലിപ്പ് എന്തിനാന്നും കൂടി പറഞ്ഞോളൂ. എന്തിനാ കലിപ്പ്? പറഞ്ഞോളൂ. ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞു, കഴിച്ചില്ല. അത് മാത്രമായിരുന്നു. എന്തായിരുന്നു? എന്താ ചെയ്തോണ്ടിരുന്നെ? ഞാൻ ലൊക്കേഷൻ നോക്കായിരുന്നു ഫോണില്. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ നോക്കി വെക്കാൽ എത്ര കിലോമീറ്റർ ഉണ്ട് നോക്കിയതാ. ടൈം നോക്കണ്ടേ? വീണ്ടും കൽപ്പ് ഗൈസ്. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് മതിയായില്ല. എന്താ പൊട്ടിച്ച് ശീലമുണ്ടതൊക്കെ.